നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. ജനങ്ങൾ വിജയിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മിക്കപ്പോഴും സ്വയം തോൽക്കുവാൻ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാം. കാരണം ജനങ്ങൾക്ക് ആ പാർട്ടിയോട് ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും പടലപ്പിണക്കം കൊണ്ടും ഈ തൊഴുത്തിൽ കുത്തുകൊണ്ടും ഒക്കെ മിക്കപ്പോഴും പരാജയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ പ്രാദേശിക രാഷ്ട്രീയത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. നിയമസഭാ ഇലക്ഷനിലൊക്കെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക എതിർ സ്ഥാനാർത്ഥിയെക്കാളും മിക്കപ്പോഴും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും അവരുടെ പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ ആയിരിക്കും. ഈ പ്രാദേശിക നേതാക്കന്മാർക്കുള്ള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ഈ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ അവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഈ സ്ഥാനാർത്ഥി വിജയിച്ചു പോയാൽ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഒക്കെ ഈ സ്ഥാനാർത്ഥി ഈ MLA-യുമായിട്ടായിരിക്കും ആത്മബന്ധം പുലർത്തുക, തങ്ങൾക്ക് അവിടെ പരിഗണന കിട്ടില്ല എന്ന ഒരു സ്വാർത്ഥ താല്പര്യമാണ് മിക്കപ്പോഴും കോൺഗ്രസിന്റെ പരാജയത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ ഈ കോൺഗ്രസിന്റെ തന്നെ പ്രാദേശിക നേതാക്കന്മാരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആ പ്രസ്ഥാനത്തോട് ജനങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ട്. എന്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു പാർട്ടിയാണ്. വേറെ ഒരു പാർട്ടി ഇന്ത്യയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, CPM ഇല്ലെങ്കിലും BJP ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ കോൺഗ്രസ് ഇന്ത്യയാക്കി വാർത്തെടുത്ത പ്രസ്ഥാനമാണ്. ഇന്ത്യയെ മതേതര ജനാധിപത്യ രാജ്യമായി നിലനിർത്തിയ പ്രസ്ഥാനമാണ്. ഇപ്പൊ BJP എന്ന് പറയുന്ന ഒരു ഏക മത അധിഷ്ഠിതമായ പ്രസ്ഥാനമാണ്. മതം ഹൈന്ദവ മതത്തിന് മാത്രം പ്രാമുഖ്യം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ക്രൈസ്തവ സ്നേഹമൊക്കെ പറയുമെങ്കിലും അതൊരു താൽക്കാലിക വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്. CPM വെച്ച് പുലർത്തുന്നത് ഒരു മതരഹിതമാണ്. ഒരു മതത്തെയും അവർ അംഗീകരിക്കുന്നില്ല. പരമാവധി ഈ അധികാരം കിട്ടിയാലൊക്കെ മതരഹിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് എല്ലാ മതത്തെയും പരിഗണിക്കുന്നു, എല്ലാവർക്കും ഒന്നുപോലെ പരിഗണന കൊടുക്കുന്നു എന്നത് വളരെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും അവരുടെയൊക്കെ ഈ പോഷക സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ കാണുമ്പോൾ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന ഒരു ഏർപ്പാട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ മതങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിൽ കോൺഗ്രസിനെ പോലുള്ള ഒരു പ്രസ്ഥാനം അത്യന്താപേക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പരമ്പരാഗതമായി ഞാനൊരു കോൺഗ്രസ് വിശ്വാസിയാണ് എന്ന സത്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ കോൺഗ്രസ് അവരുടെ പ്രാദേശിക നേതാക്കന്മാരും മിക്കപ്പോഴും പാർട്ടിയുടെ വിജയത്തിന് വിഘാതമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം കൂടി അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ നിയമസഭാ ഇലക്ഷന്റെ പടിവാതിലാണ് കേരളം എത്തി നിൽക്കുക. ഇപ്പോൾ MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ബെന്നി ബെഹന്നാൻ ആറന്മുളയിൽ നിന്ന്, K. സുധാകരൻ കണ്ണൂരിൽ നിന്ന്, ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന്, ശശി തരൂർ തിരുവനന്തപുരം, അടൂർ പ്രകാശ് കോന്നി ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ വേണ്ടി MP-മാർ കച്ച കെട്ടുന്നു എന്ന വാർത്ത നിറഞ്ഞു നിൽക്കുകയാണ്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തയാണോ, ഇനി അത് എത്രത്തോളം ശരിയുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴൊക്കെ കോൺഗ്രസ് ഈ ഗ്രൂപ്പ് വഴക്കുകളിലെ ചുഴലിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സത്യമാണ്. ഈ ബെന്നി ബെഹന്നാന്റെയും സുധാകരന്റെയും ഷാഫി പറമ്പിലിന്റെയും ശശി തരൂരിന്റെയും അടൂർ പ്രകാശിന്റെയും ഒക്കെ കാര്യമെടുത്താൽ ഒരുപക്ഷെ അടൂർ പ്രകാശ് മത്സരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ ഒരു ഈഴവ ജാതിയെ ക്രോഡീകരിച്ചുകൊണ്ട് വോട്ട് സമാഹരിക്കുവാനാണ് BJP-യും CPM-ഉം ശ്രമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP-യിലേക്ക് ഈഴവ സമുദായത്തിന്റെ വലിയ വോട്ട് കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആറ്റിങ്ങൽ പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ V. മുരളീധരൻ എന്ന് പറയുന്ന BJP-യുടെ കേന്ദ്രമന്ത്രിക്ക് ഇത്രത്തോളം വോട്ട് പിടിക്കുവാൻ കഴിഞ്ഞത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വെച്ച് കുറെ നമ്പറുകൾ ഇറക്കി CPM ആ വോട്ടുകളൊക്കെ തിരിച്ച് സമാഹരിക്കുവാൻ ശ്രമിക്കുകയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ അറിയാം ആർക്ക് വേണ്ടിയാണ് അത്തരം പ്രസ്താവന നടത്തുന്നതെന്ന്. കാരണം അദ്ദേഹം പറയുന്നത് പിണറായി വിജയനായിരിക്കാം ഒരുപക്ഷെ ഈഴവൻ ആയ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ എങ്ങോട്ടാണ് വെള്ളാപ്പള്ളി ലക്ഷ്യമാക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം പിണറായി വിജയനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാക്കുക എന്നതുകൊണ്ടാണ്. അതിനാണ് അദ്ദേഹം ഇത്രയും ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വോട്ട് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനൊരു ചെക്ക് വെക്കുവാൻ അടൂർ പ്രകാശിന്റെ നിയമസഭയിലേക്കുള്ള മത്സരം ഒരുപക്ഷെ ഫലപ്രദമായേക്കും. കാരണം കോൺഗ്രസിലേക്ക് ഈഴവ വോട്ടുകൾ അടിപ്പിക്കേണ്ടതുണ്ട്. ഈഴവർ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് എന്ന സത്യം നിലനിൽക്കുന്നുണ്ട്. അവർ കോൺഗ്രസിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഫലപ്രദമായ നേതാവ് അടൂർ പ്രകാശ് തന്നെയാണ്. നിങ്ങൾ മറ്റൊരു ചോദ്യം ഉന്നയിച്ചേക്കാം, K. സുധാകരൻ ആ സമുദായത്തിൽപ്പെട്ട ആളല്ലേ? പക്ഷെ K. സുധാകരൻ കണ്ണൂർ ബേസ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ ഈ ഈഴവ വോട്ട് കേന്ദ്രീകരണം ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ ആ വോട്ട് കേന്ദ്രീകരണത്തിന്റെ ഒരു ഫലം BJP അനുഭവിച്ച് കണ്ടത്. സുധാകരൻ വടക്കൻ ജില്ലകളിൽ അത്രത്തോളം വലിയ വോട്ട് കേന്ദ്രീകരണം ആ സമുദായത്തിൽ ഉണ്ടാകുന്നില്ല. സാമൂഹികമായും സാമ്പത്തികമായും തെക്കൻ ജില്ലകളിലാണ് ഇവർ മുന്നോക്കം നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ വോട്ട് കേന്ദ്രീകരണം BJP-യിലേക്കും CPM-ലും പോയാൽ വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും. അതുകൊണ്ട് അടൂർ പ്രകാശിന്റെ നിയമസഭയിലേക്കുള്ള മത്സരം നമുക്ക് അംഗീകരിക്കാം. പക്ഷെ മറ്റുള്ളവർ മത്സരിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.
കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ MP ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിച്ച UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. അതിനേക്കാളും വലിയ തിരിച്ചടി ഈ MP-മാരൊക്കെ ഏകദേശം 5-6 MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നു. അവരുടെ മത്സര തീരുമാനം കൊണ്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ ഇത്തരം അധികാരമോഹപരമായ സമീപനങ്ങൾ ആ പാർട്ടിയെ വല്ലാതെ പിറകോട്ടടിച്ചിട്ടുണ്ടെന്ന് കാണാം. 2004 ലോക്സഭാ ഇലക്ഷനിൽ നമുക്കറിയാം, പത്മജ വേണുഗോപാൽ മുകുന്ദപുരത്ത് നിന്ന് മത്സരിച്ചു. മുരളീധരൻ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു. KPCC പ്രസിഡന്റ് ആയിരുന്നു, അത് രാജിവെച്ചിട്ടാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. എഡ്വേർഡ് ഏഡേഡത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വലിയ പ്രാമുഖ്യമൊന്നുമില്ലാതിരുന്ന കരുണാകരന്റെ വീട്ടിലെ ഏതോ കുട്ടിക്ക് ട്യൂഷൻ എടുത്തു എന്നാണ് അദ്ദേഹത്തെ പറ്റിയൊക്കെ പറയുന്നത്. അദ്ദേഹം അതിന്റെ പേരിലും അദ്ദേഹത്തിന് എറണാകുളത്ത് സീറ്റ് കൊടുത്തു. അങ്ങനെ ആ ഇലക്ഷനിൽ വലിയ ഒരു ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലേക്ക് സീറ്റ് വീതം വെക്കുന്ന ഒരു തീരുമാനമുണ്ടായി. കോൺഗ്രസ് വലിയ പരാജയമായിരുന്നു. ഒറ്റ സീറ്റിൽ പോലും കേരളത്തിൽ കോൺഗ്രസ് വിജയിച്ചില്ല. UDF-ന് ആകെ സീറ്റ് കിട്ടിയത് അഹമ്മദാണ്. വലിയ പരാജയം ആ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായി എന്നത് വലിയ ഒരു തിരിച്ചറിവായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എടുക്കേണ്ടതുണ്ട്. 2001 63 നിയമസഭാ സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത്. അതിനുശേഷം ഈ ഗ്രൂപ്പിസവും ഒക്കെ ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് അതിന്റെ സീറ്റുകളുടെ എണ്ണം നമ്മൾ നിയമസഭയിൽ എടുത്തു നോക്കിയാൽ വളരെ പരിതാപകരമായിരുന്നു എന്ന് പറയാം. 2001 നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ 63 സീറ്റ് ഉൾപ്പെടെ UDF-ന് 100 സീറ്റുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ നിയമസഭയിലേക്ക് പ്രകടനം വിലയിരുത്തിയാൽ വളരെ പരിതാപകരമാണ് എന്ന് തന്നെ പറയാം. 2006 24 സീറ്റാണ് ഉണ്ടായിരുന്നത്. 2011 കോൺഗ്രസ് അധികാരം പിടിക്കുമ്പോൾ 2 സീറ്റിന്റെ പിൻബലത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ 38 സീറ്റാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. 1996 കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും 37 സീറ്റ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ 1 സീറ്റാണ് കോൺഗ്രസിന് കൂടുതൽ കിട്ടിയത്. അന്ന് CPM ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 2016 കോൺഗ്രസ് 22 സീറ്റിൽ ഒതുങ്ങി. 2021 കോൺഗ്രസ് 22 സീറ്റിൽ ഒതുങ്ങി. അപ്പോൾ നമ്മൾ ഈ വിശകലനങ്ങളൊക്കെ നടത്തുമ്പോൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം, അതുപോലെ ഈ നേതാക്കന്മാരുടെ അധികാര മോഹമൊക്കെ ഒരു പരിധിവരെ കോൺഗ്രസിനെ വല്ലാതെ പിന്നോട്ടടിക്കുന്നു എന്നത് വലിയ വസ്തുതയാണ്. അത് അറിഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നൊരു വസ്തുത കൂടിയാണ്. മിക്കപ്പോഴും ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഗ്രൗണ്ട് ലെവലിലുള്ള റിപ്പോർട്ടുകൾ അവർക്ക് ലഭിക്കാറില്ല എന്നത് വലിയ കാര്യമാണ്. കാരണം വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. മിക്കപ്പോഴും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നേതാക്കന്മാർ പറയും അവിടെ നമ്മൾ ഇത്ര വോട്ട് പിടിക്കും, ഇവിടെ നമ്മൾ ഇത്ര വോട്ട് പിടിക്കും എന്നൊക്കെ പറയും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ല. മിക്കപ്പോഴും ബൂത്ത് തലത്തിലുള്ള ഒരു റിപ്പോർട്ട് കിട്ടുന്നതിൽ കോൺഗ്രസ് നേതാക്കന്മാർ പരാജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ പറയുന്നത് വിശ്വസിച്ചായിരിക്കും അവർ മിക്കപ്പോഴും ഇലക്ഷനിലേക്ക് കച്ചകെട്ടി ഇറങ്ങുക. അത് വലിയ പരാജയമായി ഭവിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ MP-മാർ, ഇപ്പോൾ നിലവിലുള്ള MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് കോൺഗ്രസ് കടുത്ത മത്സരമാണ് നേരിടാൻ പോകുന്നത്. BJP കേന്ദ്രം 15 വർഷമായി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ വല്ലാതെ ഫണ്ടിങ് ഒഴുകുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ BJP വളരെ ശക്തമായി തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട്. CPM-ന്റെ സംഘടനാ സംവിധാനം, LDF-ന്റെ സംഘടനാ സംവിധാനം വളരെ മികച്ചതാണ്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ മോശമായ അവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകൾ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ MP-മാർ കൂടി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിന് കാരണമാകും. കാരണം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ലോക്സഭയിലേക്ക്. അത് വലിയ ചിലവുണ്ടാക്കുന്ന കാര്യമാണ്. അതൊക്കെ ജനങ്ങൾ ചിന്തിക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രം MP-മാരെ മത്സരരംഗത്ത് ഇറക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.